ലോക രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ കൂടി വരച്ചു ചേർക്കപ്പെട്ട ഒരു ദിവസം. കിഴക്ക് ഉദിച്ചുയർന്ന ചുവന്ന സൂര്യനെ പോലും അമ്പരിപ്പിച്ച കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ചുവന്ന കൊടികളും ചുവന്ന തോരണങ്ങളും പാറിപ്പറന്ന ഒരു ദിവസം. ഒന്ന് കാതോർത്താൽ എങ്ങും ചോര തിളയ്ക്കുന്ന വിപ്ലവ ഗാനങ്ങളും കവിതകളും ആലപിക്കപ്പെട്ട ഒരു ദിവസം. വീണ്ടും ജനവിധി എന്ന പരിപാടിയുടെ ആദ്യത്തെ താളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ മറക്കണ്ട, മൈ ചാനൽ ഈസ് മൈ വേർഡ്സ്. ആ വാക്കുകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും എപ്പോഴും സ്വാഗതം. അതെ, വർഷം 1957 ഏപ്രിൽ 5 നേരം പുലരും മുമ്പ് തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് ജനപ്രവാഹം തുടർന്നു. നാടെങ്ങും സന്തോഷ പ്രകടനങ്ങളും മധുര വിതരണങ്ങളും. 1956 നവംബർ മാസം 1 രൂപം കൊണ്ട കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് 5 മാസങ്ങൾക്കിപ്പുറം നടത്തപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മുൻനിരയിൽ നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിയെ പോലും പിന്തള്ളിക്കൊണ്ട് ലോകത്ത് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേക്കുള്ള സ്ഥാനാരോഹണ ചടങ്ങുകളുടെ മുന്നോടിയായുള്ള ആഘോഷ തിമിർപ്പിലായിരുന്നു നാടും പ്രവർത്തകരും. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിലേറപ്പെടുന്നു എന്നതുകൂടി ഈ ചടങ്ങിന്റെ പ്രൗഢി വർദ്ധിപ്പിച്ചു. നെഞ്ചുറപ്പുള്ള ഒരു പിടി നല്ല നേതാക്കളാൽ സമ്പന്നമായിരുന്ന പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച രാഷ്ട്രീയ, സാമൂഹിക, കർഷക, തൊഴിലാളി സമരങ്ങളുടെയും അതേ തുടർന്നുണ്ടായ കഠിന തടവുകളുടെയും ധീര രക്തസാക്ഷികളുടെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും ഫലമായി കൂട്ടിച്ചേർക്കപ്പെട്ട ജനങ്ങളുടെ പിന്തുണയും കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ചരിത്ര വിജയത്തിന് കാരണം. മണ്ഡലങ്ങളിലായി 126 നിയമസഭാ സീറ്റുകളായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. 9 സ്ത്രീകളടക്കം 409 സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്നത്തെ ദേശീയ പാർട്ടികളായിരുന്ന കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ന് തീരെ അപ്രസക്തമായി പോയ PSP എന്നറിയപ്പെട്ടിരുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നീ 3 പാർട്ടികളായിരുന്നു മുൻനിരയിൽ മത്സരിച്ചത്. അന്നത്തെ സംസ്ഥാന പാർട്ടിയായിരുന്ന RSPയും മത്സരരംഗത്തുണ്ടായിരുന്നു, ഒപ്പം മുസ്ലിം ലീഗും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോക ശ്രദ്ധയാർജിച്ച് വിജയം നേടുമ്പോഴും കോൺഗ്രസിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്, 38%. അധികാരത്തിലേറിയ CPIക്കാവട്ടെ 35%. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണെങ്കിലും സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ CPIക്കായിരുന്നു ഭരണം. 100 സീറ്റുകളിൽ മത്സരിച്ച CPI 60 സീറ്റുകളിൽ വിജയിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ 43 സീറ്റുകളിലും PSP 9 സീറ്റുകളിലും വിജയിക്കുന്നു. സ്വതന്ത്രമായി മത്സരിച്ച 14 പേരും വിജയിക്കുന്നു, ഒപ്പം മുസ്ലിം ലീഗിന്റെ വക 8 പേർ വേറെ. RSP മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. CPIയിൽ നിന്നും ജയിച്ച പ്രമുഖരിൽ EMSും C അച്യുതമേനോനും KR ഗൗരിയും TB തോമസും ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാകട്ടെ PT ചാക്കോയും KM ജോർജും. സ്വതന്ത്രമായി മത്സരിച്ച ജോസഫ് മുണ്ടശ്ശേരിയും VR കൃഷ്ണയ്യരും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. അന്ന് തോറ്റവരിൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യരായി മാറിയ K കരുണാകരൻ ഉൾപ്പെട്ടു. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടിനെയാണ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കപ്പെട്ട TB തോമസിനെ പിന്തള്ളി പാർട്ടി സെക്രട്ടറിയായിരുന്ന MN ഗോവിന്ദൻ നായരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയായിരുന്നു EMSന്റെ സ്ഥാനാരോഹണം. EMS അടക്കം 11 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ച പലരെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ പ്രധാനിയായി സാക്ഷാൽ EMSന്റെ പോലും പ്രൊഫസറായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുന്നു. തുടർന്ന് നിയമമന്ത്രിയായി VR കൃഷ്ണയ്യനും ആരോഗ്യമന്ത്രിയായി AR മേനോനും നിയോഗിക്കപ്പെടുന്നു. ഇന്നത്തെ രാഷ്ട്രീയ കാലത്ത് കാണാത്ത വിധം അതാത് പ്രവർത്തന മേഖലകളിൽ കഴിവ് തെളിയിച്ച പലരുമായിരുന്നു മന്ത്രിസഭയിൽ ഉൾപ്പെട്ടത്. അതോടെ ആദ്യ ചൂടിൽ തന്നെ സർക്കാർ പ്രശംസ പിടിച്ചുപറ്റി. അന്നുവരെ സമരമുഖത്തും ഒളിവിലും തെളിവിലും ജയിലിലുമൊക്കെയായി കഴിഞ്ഞിരുന്ന നേതാക്കൾ അധികാരത്തിലേറി ചരിത്രം സൃഷ്ടിച്ചു.
അന്നത്തെ കേരള വികസന മാതൃകയുടെ അടിത്തറവാകിയ ഗവൺമെൻറ്റായിരുന്നു അന്നത്തേത്. അധികാരത്തിലേറി വെറും 5 ദിവസങ്ങൾ പിന്നിടുന്നതിന് ഉള്ളിൽ തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധിത ഓർഡിനൻസ് കൊണ്ടുവന്നതിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സർക്കാർ തുടക്കം കുറിച്ചത്. തുടർന്ന് ജന്മിത്ത വ്യവസ്ഥകളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥകളുടെ അടിവേരറക്കുന്ന പല നിയമങ്ങളും ചട്ടക്കൂടുകൾ ഭൂപരിഷ്കരണ നിയമം വഴി കൊണ്ടുവരുന്നു. വ്യക്തികൾക്ക് ഭൂമി കൈവശം വെക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നു. അധികം വരുന്ന ഭൂമി ഭൂരഹിതർക്ക് വിട്ടു നൽകാൻ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. അതോടെ ഭൂമി നഷ്ടപ്പെട്ട ജന്മിമാരെല്ലാം ഈ സർക്കാരിനെതിരെ തിരിയാൻ തുടങ്ങി. അതേ കാലയളവിൽ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തൊഴിൽ നിയമനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരു ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരാൻ തീരുമാനമാകുന്നു. അതുവഴി PSC വഴി മാത്രം നിയമനങ്ങൾ നടത്തണമെന്ന തീരുമാനത്തിലെത്തുന്നു. എന്തെങ്കിലും ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ സ്ഥാപനത്തെ തന്നെ സർക്കാരിലോട്ട് ഏറ്റെടുക്കാൻ നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നു. കേരളത്തിൽ അങ്ങിങ്ങായി മാത്രം നടന്നിരുന്ന സമരങ്ങളുടെ രൂപം തന്നെ മാറുന്നതായിരുന്നു പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരണക്കി ബോട്ട് യാത്ര എന്ന പേരിൽ ആരംഭിച്ച വിദ്യാർത്ഥികളുടെ സമരവും ഇതോടൊപ്പം ചേരുന്നു. ഫാദർ വടക്കനും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള സമുദായിക നേതാക്കന്മാർ എല്ലാം ഈ സമരത്തിന്റെ ഭാഗമായി മാറി. മന്നത്തപ്പൻ നേതാവെങ്കിൽ സമരം ഞങ്ങൾ വിജയിക്കും എന്ന മുദ്രാവാക്യം ഉൾപ്പെടെ ഉയർന്നു വന്നു. അങ്ങനെ 1959 ഏപ്രിൽ 2 ഈ സർക്കാരിന്റെ 2ാം വാർഷിക ദിവസം അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കാൻ സമരക്കാർ തീരുമാനിക്കുന്നു. ഇതേ ദിവസം തന്നെ വിമോചന ദിനമായി ആചരിക്കാൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ ആഹ്വാനം ചെയ്യുന്നു. അതോടെ ഇതൊരു വിമോചന സമരം എന്ന പേരിൽ രൂപമാറ്റം സംഭവിക്കുന്നു. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും ഒക്കെ ഭൂമിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തട്ടിയെടുത്ത് കമ്മ്യൂണിസം പടർത്താനാണെന്ന് ആക്ഷേപിക്കുന്നു. ജാതിമത സമുദായങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് മത മേലധ്യക്ഷന്മാർ ഭയപ്പെട്ടു. അധികാരത്തിൽ വന്നതോടെ പ്രാദേശിക നേതാക്കൾ പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റെടുത്ത് ഭരിക്കുന്നു എന്ന് പരാതികൾ വ്യാപകമായി. ഒപ്പം പാഠപുസ്തകങ്ങളിൽ കമ്മ്യൂണിസം കുത്തിനിറയ്ക്കുന്നു എന്ന ആക്ഷേപങ്ങളും വളർന്നു. ആ സമയത്ത് ആന്ധ്രയിൽ നിന്നും ഇറക്കുമതി ചെയ്ത അരിയുടെ പേരിലും അഴിമതി ആരോപിക്കപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതോടെ ഭൂമി നഷ്ടപ്പെട്ട ജന്മിമാരും വിദ്യാഭ്യാസ ബിൽ കൊണ്ടുവന്നതോടുകൂടി സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളുടെ തലപ്പത്തുണ്ടായിരുന്ന കത്തോലിക്ക സഭകളും NSSും KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ഈ സമരത്തിന്റെ ഭാഗമായതോടുകൂടി ഒരു വലിയ ചേരി തന്നെ രൂപപ്പെട്ടു. ക്രമേണ കോൺഗ്രസ്, PSP, RSP എന്നീ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ സമരത്തിന്റെ ഭാഗമായതോടുകൂടി സമരം ഒരു തീഗോളമായി മാറി. ഇതോടെ സമരത്തിനെ അടിച്ചമർത്താൻ സർക്കാർ തീരുമാനിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെടിവെപ്പുകൾ നടക്കുന്നു. പൂന്തുറയിലും അങ്കമാലിയിലും ചന്ദനത്തോപ്പിലും വെടിവെപ്പുകൾ നടന്നു. ഇതിൽ 12-ലധികം പേർ കൊല്ലപ്പെട്ടു. അക്കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് EMSനെ ധരിപ്പിക്കുകയും ചെയ്തു. രാജിവെക്കാൻ EMSനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ EMS രാജി വിസമ്മതിച്ചു. എന്നിട്ടും സമരങ്ങളെ അടിച്ചമർത്താൻ തന്നെ സർക്കാർ തീരുമാനിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നതിന് ജവഹർലാൽ നെഹ്റു അന്നും എതിരായിരുന്നു. ഒടുവിൽ 1959 AICCയുടെ പ്രസിഡന്റായി ഇന്ദിരാഗാന്ധി വരുന്നതോടെ വിമോചന സമരത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയും ലഭിക്കുന്നു. ഒടുവിൽ തിരുവനന്തപുരത്ത് ചെറിയ തുറയിൽ നടന്ന വെടിവയ്പിൽ ഫ്ലോറി എന്നൊരു ഗർഭിണി മരണപ്പെടുന്നു. അതോടെ ആ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കിയ മുദ്രാവാക്യത്തിന് രൂപം കൊള്ളുന്നു. തെക്കൊരു ദേശത്ത് തിരുമാലകളുടെ തീരത്ത് ഭർത്താവില്ലാ നേരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചിട്ടൊരു സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും എന്ന മുദ്രാവാക്യം ഉയർന്നു വന്നു. ഈ മുദ്രാവാക്യം ചൊല്ലി പിന്നീട് അങ്ങോട്ട് കേരളം കണ്ട ഏറ്റവും വലിയ സമര തീഗോളത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. സർക്കാർ സംവിധാനങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു. ഒടുവിൽ മന്നത്ത് പത്മനാഭൻ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ ആരംഭിക്കുന്നു. ജീവശിഖ ജാഥ. ആ ജാഥയുടെ ഭാഗമായി ഒപ്പുശേഖരണം നടത്തി ഗവർണർക്ക് കൈമാറുന്നു. ഒടുവിൽ അന്നത്തെ ഗവർണറായിരുന്ന രാമകൃഷ്ണ റാവു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്ന് രാഷ്ട്രപതിക്ക് കത്തയച്ചു. അങ്ങനെ കേന്ദ്രത്തിന്റെ കൂടി സമ്മതത്തോടുകൂടി 1951 ജൂലൈ മാസം 31-ാം തീയതി
ഭരണഘടനയുടെ 356 അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ഈ സർക്കാരിനെ പുറത്താക്കുന്നു. അങ്ങനെ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അന്ത്യം കുറിച്ചു. അമേരിക്കൻ ചാര സംഘടനയായിരുന്ന CIA ഉൾപ്പെടെ ഈ സമരത്തിന് പണം ഒഴുക്കി എന്ന് പിന്നീട് അമേരിക്കൻ അംബാസഡറായിരുന്ന പാട്രിക് വെളിപ്പെടുത്തി.